നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത് കാവ്യവൽക്കരിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന മെസ്സേജ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നോ കേട്ടുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആരിഫ് മുഹമ്മദ് ഖാനാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനം തുടങ്ങി വെച്ചത്. പക്ഷേ അദ്ദേഹം ഒരു പൂർണ്ണമായ RSSകാരനായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. RSSൻ്റെ സഹായിയായി വന്നു, അങ്ങനെ ഗവർണറായി എന്നല്ലാതെ അയാളൊരു RSSകാരനല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു RSSകാരൻ. അദ്ദേഹം ഗവർണറായി വന്ന തന്നെ RSSൻ്റെ കാര്യപരിപാടി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരും അദ്ദേഹവും തമ്മിൽ നിരന്തരമായിട്ട് അതിൻ്റെ പേരിൽ സംഘർഷങ്ങളുണ്ടാകുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ലോക് ഭവനിലെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിന് പൂജ നടത്തുകയും അതിനെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും പടർത്തേണ്ടതാണെന്നുള്ള സന്ദേശം നൽകുകയും അങ്ങനെ RSSൻ്റെ വളരെ അടിസ്ഥാനപരമായ RSSൻ്റെ ശാഖയിൽ വെക്കുന്ന ചിത്രം തന്നെയാണ് അവിടെ ലോകഭവനിൽ അദ്ദേഹം സ്ഥാപിച്ചത്. പിന്നെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരും RSSകാരും. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പതുക്കെ സർവകലാശാലകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർവകലാശാലയിലെ വൈസ് ചാൻസലർ അത് അദ്ദേഹം നിശ്ചയിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചതിനെക്കുറിച്ച് പോലും ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന് അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് റോജി അല്ലേ പറഞ്ഞത് വേറെ ഏതോ സർക്കാരാണ്, ഏത് സർക്കാരാണെന്ന് വലിയ ഞങ്ങൾക്കൊരു ബന്ധമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ദൊരൈസ്വാമി അല്ലേ, അദ്ദേഹം വളരെ നല്ലൊരു RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടികളോട് നടപ്പിലാക്കും. ഇതിനെ എതിർക്കാനോ അതേപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയ സമീപനം മുന്നോട്ട് വെക്കാനോ കേരളത്തിലെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ന് വികസിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ എന്താണ്, മോഹൻ ഭഗവത് കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിലെല്ലാം എല്ലാ വൈസ് ചാൻസലർമാരും പങ്കെടുക്കാനായിട്ട് ഗവർണർ പറയുകയും അവരെ പോയി അവിടെ ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തെ തൊഴുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ വരികയാണ് ചെയ്തത്. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമെന്ന നിലക്ക് മുഖ്യമന്ത്രിയും എന്തോ പോസ്റ്റൊക്കെ ഇട്ട് അത്ര എന്താണ് ഇതിൻ്റെ സ്ഥിതി? അല്ല, മാഷ ആലോചിക്കുന്ന പോലെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം റോജി എം ജോണൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇനി തെലങ്കാനയോ ആന്ധ്ര ഗവർണറൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മാവൂദ് ദൊരൈസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആളൊക്കെ വിവരമുള്ള ആളൊക്കെ തന്നെയാണ്. അദ്ദേഹം ഈ മാഷൊക്കെ അറിയാം, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, അതിൻ്റെ ഡയറക്ടറായിട്ട് നിരവധി കാലം അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ മാവൂദ് ദൊരൈസ്വാമിയാണ് വിളിച്ചിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഗവർണർ ഏകപക്ഷീയമായി അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ഏകപക്ഷീയമായി അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ഈ ഗവൺമെൻറ് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ലെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഒരു വർത്തമാനവും മിണ്ടിയിട്ടില്ല. ആ മിണ്ടായിട്ടുള്ളത് കൂടാതെയാണ് ഈ മാവൂദ് ദൊരൈസ്വാമി അടക്കം അദ്ദേഹം യഥാർത്ഥത്തിൽ തമിഴാണ് കേട്ടോ, അതാണ് ഈ പേര്. ആളുകൾക്ക് ഒരു വ്യക്തത വേണമല്ലോ, തമിഴിനാണ് അദ്ദേഹം. പക്ഷേ 10-20 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വേറെ 2 പേര് കൂടി, നമ്മുടെ മോഹനൻ കുന്നുമേലും അതുപോലെ തന്നെ ബാക്കി 3 വൈസ് ചാൻസലർമാർ ഈ മോഹൻ ഭാഗവതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. മോഹൻ കുന്നുമേലൊക്കെ RSSകാരനാണ്. അപ്പോൾ അവര് അങ്ങനെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. ആ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈസ് ചാൻസലർമാർ വന്ന് ബാപ്പോറോടോ എന്നാണ് പറഞ്ഞേക്കണം. അപ്പം അതായത് ബാപ്പു പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മാഷ പറഞ്ഞ പോലെ ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് ഇവർ വളരെയധികം അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വഴി കൂടി ഇവർ രസകരമായിട്ട് പണിതിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ഞാനക്കടക്കം അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. എന്താ വിചാരിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ രാഗേഷിനെയൊക്കെ അസോസിയേറ്റ് പ്രൊഫസറാക്കാൻ പോകുന്നു. അങ്ങനെയുള്ള അഴിമതിക്കെതിരെ ഞങ്ങളിത് ഒരു പടവാളെടുക്കുന്നു എന്നുള്ള നിലക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിരുന്നത്. അല്ല, അതിന് നല്ല സ്വീകാര്യത കിട്ടിയത്. കാരണം അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ ആ നിലപാട് അന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള CPMൻ്റെ
പ്രവർത്തനത്തിൽ അവരുടെ അഴിമതിക്ക് അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിന് എതിരായിട്ടുള്ള നിലപാടായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഹീറോ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടത്. ഹീറോ അഴിമതിക്കെതിരെ വരുന്ന ഒരു പോരാളി. ഞാനിപ്പോഴും ഓർക്കണ്ട്. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ പുള്ളി സാധാരണ ഒരു ഗവർണറും ചെയ്യാത്ത പോലെ SFIക്കാർ സമരം ചെയ്യുമ്പോൾ ഇറങ്ങി വരികയും അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കോഴിക്കോട് മറ്റേ മിഠായി തെരുവിലൊക്കെ തന്നെ അദ്ദേഹം നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുകളൊക്കെ ഹൽവയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഇത് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് തന്നെ നിരവധി പേർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതല്ല, യഥാർത്ഥ അജണ്ട ഇതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് യഥാർത്ഥ അജണ്ട നടപ്പാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറഞ്ഞാൽ തനി RSSകാരനായ, മറ്റേ പുള്ളി യഥാർത്ഥത്തിൽ RSS ഒന്നുമല്ല, അപ്പോൾ RSSകാരനായിട്ടുള്ള ഒരാൾ ഗവർണറായിട്ട് വന്നു. അദ്ദേഹം മാഷ് പറഞ്ഞ പോലെ ആദ്യം ഭാരതാംബ, പിന്നെ വന്ദേ മാതരം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചെയ്തേക്കണ പണി, ഏറ്റവും ഒടുവിൽ ചെയ്തേക്കണ പണി എന്താണെന്നറിയോ? MG യൂണിവേഴ്സിറ്റിയുടെ 30 പേരുള്ള സെനറ്റിലേക്ക് 19 പേരെയും വെച്ചേക്കണത് മാഷ് അറിയേണ്ടത് ഈ പറയുന്ന പ്രോ സംഘപരിവാർ BJPക്കാരെയാണ്. അപ്പൊ പ്രിയ രാകേഷിനെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കരുത് എന്ന് പറഞ്ഞാൽ അത് അഴിമതിയാണ്, അങ്ങനെയല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആക്കണമെന്ന് പറഞ്ഞവർ ഇപ്പം സെനറ്റിലേക്ക് സ്വന്തം രാഷ്ട്രീയത്തിന്റെ താല്പര്യം അനുസരിച്ച് ആളുകൾ അപ്പോയിന്റ് ചെയ്യണം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് എക്സ്പേർട്ടുകൾ വെച്ചിട്ടുണ്ട്. മാഷ് അറിയേണ്ടത് ഇപ്പം ഈ ഇവിടുത്തെ SD കോളേജിലെ ആളുകളടക്കം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ ശരിക്കും പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ യാതൊരു അറിവില്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, അങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ SD കോളേജിൽ നിന്നാണ്, പക്ഷെ അദ്ദേഹത്തെ എടുത്ത് അവിടെ സബ്ജക്ട് എക്സ്പേർട്ട് ആക്കി വെച്ചേക്കാണ്. കാരണം സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർ കരിക്കുലം തീരുമാനിക്കുകയും അവർ നേരത്തെ ഭാഷ പറഞ്ഞാൽ പഠന പദ്ധതി എന്താ പാഠ്യപദ്ധതി എന്താണെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ അടക്കൊടുത്ത് വെച്ചേക്കാണ്. എന്നിട്ടാണ് റോജി M. ജോണിനെ പോലെയുള്ള ആളുകൾ ഇരുന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, പഴയ ഗവൺമെന്റ് തീരുമാനിച്ചു പോയതാണെന്നൊക്കെ പറയണത്. പഴയ ഗവൺമെന്റ് തീരുമാനിച്ചത് റദ്ദാക്കാനാണ് ഇവർ വെച്ചേക്കണത്. മനസ്സിലായി? ഇപ്പൊ നിരവധി കേസുകളിൽ ഇവരെന്തല്ലോ കേസ് പിൻവലിച്ചു. ഇപ്പൊ വീണ ജോർജിനെതിരെയുള്ള കേസിൽ വധശ്രമം എടുത്ത് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കാനാണ് ഇവർ വെച്ചേക്കണത്. അതിന്റെ പുറത്ത് യാതൊരുവിധ നിർബന്ധവും ഇല്ലാതെ നിങ്ങൾ മാപ്പ് പറയണമെന്നൊക്കെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാപ്പ് പറയുന്നത് സാധാരണ നമ്മളെ പള്ളിയിലച്ചന്മാര് ആളുകൾ പറയുന്ന പരിപാടിയാണ്. കാരണം വെച്ചാൽ സർക്കാർ സംവിധാനത്തിൽ മാപ്പൊന്നുമില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, സർക്കാർ സംവിധാനത്തിനകത്ത് നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തണം, തിരുത്തിയില്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക, അവരെ മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം. അതിന് പകരമായിട്ട് അവർ മാപ്പ് പറയണം എന്ന് പറയുന്ന ഒരു ഭാഷ, അതൊരു പ്രത്യേക ഭാഷയാണ്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അല്ല, അതാണ് ഭാഷ പറഞ്ഞാൽ ഇപ്പോൾ സാംസ്കാരിക സംഘടനയോ സാമുദായിക സംഘടനയോ ക്ലബ്ബോ ഒക്കെ ആണെങ്കിൽ ഈ വർത്തമാനം പറയാം, കാരണം വാപ്പോരോട് പറയാം. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴും കോറായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് ചർച്ച നടക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവരിപ്പോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു, ഇപ്പൊ അതുകൊണ്ട് ഇത്രേ സംഭവിക്കാനുള്ളൂ. പക്ഷേ ഇവരുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി, ഇപ്പം മോഹനം കുന്നുമേൽ തന്നെ അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഈ ഭാരതാംബയുടെ ഫോട്ടോ വെക്കാൻ അദ്ദേഹം അനുമതി കൊടുക്കുന്നതിൻ്റെ വലിയ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. രജിസ്ട്രാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്ത് അനുമതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ ഈ പറയുന്ന സെനറ്റിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്നത് മുതൽ ഇവരുടേതായിട്ടുള്ള ആളുകളെ വൈസ് ചാൻസലറായിട്ട് വെക്കുന്നത് മുതൽ ഗവൺമെന്റ് എന്തു കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഗവൺമെന്റ് ഇതിനെ ശക്തിയുക്തം എതിർക്കേണ്ടതാണ്. പക്ഷെ ഗവൺമെന്റ് രണ്ട് കാര്യങ്ങളിൽ നയം വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് മാഷ് അറിയേണ്ടത്. സമസ്തയുടെ ലേഖനത്തിലും ഇവിടെ ഇപ്പൊ മീഡിയ വണ്ണടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിനോടുള്ള നിലപാട് എന്താണ്, രണ്ടാമത്തേത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇത് പറയുമ്പോഴുള്ള നിലപാട് എന്താണ് എന്നുള്ള കാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇനി അടുത്ത ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ ഇപ്പൊ ഷംസുദ്ദീൻ വന്നിട്ട് പറഞ്ഞേക്കണം നുണയാണ്. 96 കോടി രൂപ PMC പദ്ധതിയിൽ മേടിച്ചു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗവൺമെന്റ് അത് നടപ്പാക്കും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ വരുമ്പോൾ മാഷ് പറയുന്ന പോലെ ഇപ്പൊ ഒരു 20 ദിവസം കൊണ്ട് തന്നെ ആകെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവരുടെ എല്ലാം തന്നെ പിന്തുണ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾ വലിയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിന് അധികാരത്തിലേറ്റത്. ഇ ഡി സതീശൻ എന്ന് പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ എന്ന നിലക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ അങ്ങനെ നിലപാടുണ്ടോ എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണല്ലോ. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളം പോരാ എന്നുള്ള അഭിപ്രായമാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുള്ളത്. പ്രത്യേകിച്ച് BJPയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ്ജക്റ്റ് എക്സ്പെർട്ടുകളും അതുപോലെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ കുഴപ്പം ഇവിടെ CPM അധികാരത്തിലിരിക്കുന്നതായിരുന്നു എന്നുള്ള വിശ്വാസമാണ്.
അത് ശരിയല്ല യഥാർത്ഥത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് ആ മെറിറ്റിലൂടെ വരുന്നവർക്ക് വിഷൻ ഉണ്ടോ എന്നുള്ളത്. നമ്മളൊരു സർവകലാശാലയുടെ മേധാവിയായിട്ട് ഒരു വൈസ് ചാൻസലറെ സ്ഥാപിക്കുന്ന സമയത്ത് ആ വൈസ് ചാൻസലർക്ക് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ചൊക്കെ ഉയർന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ആ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്ന വ്യക്തികൾ അവിടെ വന്നാൽ മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുഖച്ഛായ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ആ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ CPI-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സംഘടന, അധ്യാപക സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്, രീതികളാണ് നടപ്പിലാക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. അതിന് പകരം BJP-ക്കാർ വന്നാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ? BJP-ക്കാർ വന്നാലും കോൺഗ്രസ്സുകാർ വന്നാലും ലീഗുകാർ വന്നാലും ഈ പ്രശ്നങ്ങൾ തീരില്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന കാഴ്ചപ്പാടുള്ള, രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതിത്വമില്ലാത്ത, രാഷ്ട്രീയക്കാരായെന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പക്ഷപാതിത്വമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഗവർണർ പറയുന്ന, മുഖ്യമന്ത്രി പറയുന്ന അങ്ങനെ തന്നെ കേൾക്കുന്നതായിട്ടുള്ള അടിമക്കൂട്ടങ്ങൾ അവരാകരുത് എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ടുള്ളൊരു വിഷനുള്ള വ്യക്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വന്നാൽ മാത്രമാണ് അയാൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിവർ ആരും ചെയ്യുന്നില്ല. ഇവർ CPM-നെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ CPM-ൻ്റെ ആൾക്കാരെ മാത്രം കയറ്റുന്നുള്ളൂ, ഞങ്ങളുടെ ആൾക്കാരെ മാത്രം കയറ്റും, അത്രയേ ഉള്ളൂ. BJP-ക്കാർക്ക് BJP-യുടെ ആൾക്കാരെ മാത്രം കയറ്റണം, കോൺഗ്രസിൻ്റെ ആളുകളെ മാത്രം കയറ്റണം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഭരണം കേരളത്തിൽ കോൺഗ്രസിൻ്റേതാണ്, പക്ഷേ നിർവഹണം മുഴുവനും BJP-യുടെ. അതെ, അല്ല മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇതിനകത്തുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും. പക്ഷേ ഇതിപ്പോൾ 10 കൊല്ലത്തെ പിണറായി ഭരണം കഴിഞ്ഞതിന് ശേഷം അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സർക്കാരായിരിക്കും എന്ന് പറയുന്ന ഒരു അമിത പ്രതീക്ഷ ജനത്തിനും അതുപോലെ തന്നെ ഇവരെ പിന്തുണച്ചവർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇതിനിടയിലുള്ള രണ്ടാമത്തെ പ്രശ്നം മാഷ് പറഞ്ഞ പോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ എന്നുള്ളത് ഒരു കാര്യം ശരിയാണ്, അത് വേണ്ട കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസും അതുപോലെ ഗവൺമെൻറ്റും എടുക്കുന്നില്ല. കാരണം എന്താ, ഗവർണർ ഒരു വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്യുന്നു, സെനറ്റിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവരെല്ലാം RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ മൈൽഡായിട്ടുള്ള ഒരു സമീപനം, ഒന്ന് മാപ്പ് പറഞ്ഞേക്ക് എന്ന് പറയുന്ന സമീപനം എടുത്താൽ പോരല്ലോ. ഈ 2 കാര്യങ്ങൾ, ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്ത് അവിടെ നിൽക്കട്ടെ, ഇനി അതിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം സെനറ്റിലേക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്തതും അതുപോലെ വൈസ് ചാൻസലറുടെ ഏകപക്ഷീയമായി ഗവർണർ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എന്താണ് ഗവൺമെൻറ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് മാഷ് പറഞ്ഞ പോലെ ഇത് ഏറ്റവും ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഇത് വളരെ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹൈലി പോപ്പുലർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 1,50,000-ഓളം വരുന്ന വോട്ടുകൾ നേടി അധികാരത്തിലേക്ക് വരുന്നൊരു മുന്നണി ഏതാണ്ട് മാഷക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഒരാഴ്ച കൊണ്ട് ആ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അത് വളരെ അൺപോപ്പുലർ ആയിരുന്നു. പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം അത് കുറേ കൂടി തിരിച്ചു പിടിച്ചിരുന്നു. ആ തിരിച്ചു പിടിച്ചതിന് എൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പം ഏതാണ്ട് 20-22 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ വീണ്ടും അൺപോപ്പുലർ ആകുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇത് അൺപോപ്പുലർ ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് എന്താണ്, ഹൈക്കോടതിയിലും അതേപോലെ തന്നെ കോടതികളിലൊക്കെ തന്നെ ഗവൺമെൻറ് ലീഡർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച ആളുകൾ മുഴുവനും കാശ് മേടിച്ച് വെച്ചവരാണെന്നുള്ള വർത്തമാനം ആയിക്കഴിഞ്ഞു. അതുമാത്രമല്ല, എന്താണ്, ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ കമ്പനിയുടെ വക്കീലായിരുന്ന ഒരാളെ നിയമിച്ചപ്പോൾ മുരളീധരൻ അതിന് പറഞ്ഞ, ആരോഗ്യമന്ത്രി പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാൻ അതായത് പ്രതിയുടെ ദൗർബല്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതായിട്ടുള്ളൊരു വക്കീലിനെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, ആ വക്കീലിനെ കിട്ടി, അതുകൊണ്ട് കൈയോടെ വെച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അപ്പോൾ എളുപ്പത്തിൽ പ്രതിനെ തോൽപ്പിക്കാറ്. അല്ല, എങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ശബരിമല വിജിലൻസിന്റെ ഹെഡായിട്ട് ഉണ്ണികൃഷ്ണൻപോറ്റിനെ വെച്ചാൽ മതിയായിരുന്നു. കാരണം എല്ലാ ദൗർബല്യം അറിയാം. എന്ത് പറയാൻ. അല്ല, ഈ സൈസ് വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ നമുക്ക് തമാശയും ചിരിച്ചും കളിച്ചും ഒക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ നമ്മളുടെ സിലബസ് നിർണ്ണയിക്കുമ്പോൾ ആ സിലബസ് എന്ന് പറയുന്നത് ഒരു കാവ്യവൽകൃത സിലബസ് ആയിരിക്കണമെന്ന നിർബന്ധം തീർച്ചയായിട്ടും ഗവർണർക്കുണ്ട്. രാജേന്ദ്ര ഹാർലേക്കർ എന്ന് പറയുന്നവർക്ക് ഒരു പ്രൊജക്റ്റേ ഉള്ളൂ. കേരളം നന്നാവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല.
കോൺഗ്രസ് നന്നാവണമെന്നോ CPM നന്നാവണമെന്നോ ചീത്തയാണെന്നൊന്നും ആഗ്രഹമില്ല. അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന് ഒറ്റ അജണ്ടയുള്ളൂ. RSSൻ്റെ കാര്യപരിപാടി കൃത്യമായിട്ട് കേരളത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതിനുള്ള പ്രൊജക്റ്റുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു, അതൊക്കെ നടപ്പിലാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഭാരതാംബയും അതേപോലെ തന്നെ വന്ദേമാതരം ഒക്കെ നമ്മളുടെ പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു. അതൊക്കെ അടുത്തതാണ് സർവകലാശാലയിലെ സിലബസ്, അതും ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, നവീകരിച്ച് ഹിന്ദുവൽക്കരിച്ച് അല്ലെങ്കിൽ കാവ്യവൽക്കരിച്ച് കൃത്യമായിട്ട് അവരുടെ പരിപാടി നടപ്പിലാക്കും. ഇവരിവിടെ വെറുതെ നോക്കുകുത്തികളായി നിൽക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന 2 മന്ത്രിമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചിരിക്കുന്നു, മറ്റൊന്ന് റോണി എം ജോണിന് ഈ ചുക്കും ചുണ്ടാൻ പറയാൻ പാടില്ലാത്ത ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻ്റലക്റ്റ് റോണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എത്രയും മുമ്പ് ഇതിനോട് പ്രതികരിക്കണമായിരുന്നു. അല്ല മാഷ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നാലൊക്കെ നടക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് തലക്ക് വെളിയിലേക്ക് പിന്നെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അല്ല, ഇതിൻ്റെ ഒരു ഗൗരവം റോജിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. റോജി നോക്കുമ്പോൾ വെറുതെ ഒരു ചാൻസലർ വെച്ചിരിക്കുന്നു, വൈസ് ചാൻസലർ വെച്ചിരിക്കുന്നു എന്നുള്ള മാത്രമാണ്. മാഷ പറഞ്ഞ പോലെ ഈ സാഫ്രനൈസേഷൻ ഓഫ് സിലബസ് എന്ന് പറയുന്നത്, സിലബസിൻ്റെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് അതൊരു വർഗീയതയുടെയും വിഭജനത്തിൻ്റെതുമായിരിക്കുമെന്നും അത് രാഷ്ട്രീയമായി ചെറുക്കണമെന്ന് പറയുന്ന ബോധ്യം പോലും യഥാർത്ഥത്തിൽ റോജി എം ജോണിനൊന്നുമില്ല. കാരണം എന്താ, ഇതിൽ ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അവരെല്ലാവരും പുതിയതായി മന്ത്രിമാരായവരാണ്. ഒരുപക്ഷെ അവർ പോലും നിലച്ചിരിക്കാതെ മന്ത്രിമാരവരാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും സീനിയറായി കരുതപ്പെടുന്ന മുരളീധരൻ പോലും 30 ദിവസം ഇതിനു മുമ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി അടക്കം പുതിയതാണ്, അദ്ദേഹം ഇതിനു മുമ്പ് മന്ത്രിയായിട്ടില്ല. അപ്പം അത്തരത്തിൽ തന്നെ യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗൗരവം പോലും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്.